ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങലയിൽ പാലക്കാട് ജില്ലയിൽ 1 ലക്ഷം യുവജനങ്ങളെ അണിനിരത്തും. ജില്ലയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും യുവതീ യുവാക്കളെ പങ്കെടുപ്പിക്കാനാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ജനുവരി 20-ന് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. മനുഷ്യച്ചങ്ങലയിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 1 ലക്ഷം യുവതീ യുവാക്കളെ അണിനിരത്തുവാനാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഇതിന്റെ പ്രചാരണ സംഘാടന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിനെതിരായി കേരളത്തിലെ ബഹുജനങ്ങളെ എത്രത്തോളം ഈ സമരത്തിൽ പങ്കാളിയാക്കാം എന്ന് ആലോചിച്ചപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം മനുഷ്യച്ചങ്ങല തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം കൂടുതൽ ആളുകളെ കേന്ദ്രത്തിനെതിരായി പങ്കാളിയാക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ അധ്യക്ഷനായി. ചടങ്ങിൽ IFFKയിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ രജത ചകോര പുരസ്കാരം ലഭിച്ച തടവ് സിനിമയുടെ സംവിധായകൻ പട്ടാമ്പി സ്വദേശി ഫാസിൽ റസാഖ് ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെയും അനുമോദിച്ചു. ഇതോടൊപ്പം കുടുംബസ്വത്തിനായി ലഭിച്ച 80 സെന്റ് ഭൂമി അർഹരായ ഭൂരഹിതരെ കണ്ടെത്തി നൽകുന്നതിനായി CPIMന് കൈമാറിയ ദമ്പതിമാരായ കമലത്തെയും രാമുണ്ണിയെയും ചടങ്ങിൽ ആദരിച്ചു. മനുഷ്യച്ചങ്ങലയുടെ വിജയത്തിനായി EN സുരേഷ് ബാബു ചെയർമാനായും KC റിയാസുദ്ദീൻ കൺവീനറായും പ്രവർത്തിക്കുന്ന 501 അംഗ സംഘാടക സമിതിയും 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും യോഗത്തിൽ രൂപീകരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.